ഇന്നത്തെ എൻ്റെ ശ്രദ്ധ മുഴുവനും ജാൻവിയിലായിരുന്നു. എന്നാൽ തിരിച്ചൊരു നോട്ടം പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഒരു കൊട്ടയുണ്ട് മുഖം. വഴക്ക് പറഞ്ഞതിൻ്റെയും എംബോസിഷൻ എഴുതിച്ചതിൻ്റെയും പരിഭവമാണ് ആൾക്ക്. എന്തോ ആ കുത്തിവീർപ്പിച്ച കുഞ്ഞുമുഖം കാണാൻ ഒരു പ്രത്യേക ചേലാണ്. അങ്ങ് ഞെക്കി പൊട്ടിക്കാൻ തോന്നും. അമ്മ രാവിലെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു അവളെ വൈകിട്ട് കോളേജിൽ നിന്നും കൂട്ടി ടെക്സ്റ്റൈൽസിൽ കൊണ്ടുവരണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനാണ് അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് അവളെയും കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അവളോടൊപ്പം തനിയെ കുറച്ചു നേരം ഇരിക്കാനൊരു മോഹം. അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ല, ഇല്ലേൽ മുടക്കിയേനെ. ഇനി കല്യാണത്തിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതോടിക്കഴിഞ്ഞാൽ അവൾ ഈ ആർദ്രിത് കേശവിൻ്റെ ഭാര്യയാണ്. എത്ര പെട്ടെന്നാണ് അവളെന്നിൽ വേരുറച്ചത്. അതോർത്തതും അവൻ്റെ മനസ്സാകെ ഒരു തണുപ്പ് പടർന്നു. എൻ്റെ പാതി, എൻ്റെ മാത്രം ജാൻവി ആർദ്രിത് കേശവ്. ആദിയുടെ ഹൃദയം അത്രയും നേർമയോടെ മൊഴിഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സിനോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞിത്തല അകത്തേക്ക് നീണ്ടുവരുന്നത് കണ്ടത്. അവളോട് ഒരു 5 മിനിറ്റ്സ് ചോദിച്ചിട്ട് എല്ലാവരോടും യാത്രയും പറഞ്ഞ് ബാഗും എടുത്തിറങ്ങി മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം അവൾക്കരികിലേക്ക് നടന്നു. പോകാം. ആദിയുടെ ശബ്ദമാണ് എന്തോ ചിന്തയിലാണ്ട് നിന്ന ജാനിയെ ഉണർത്തിയത്. അത് പണ്ടും അങ്ങനെയാണ്, ഒരു സ്വപ്നജീവി. പോകാം. അവൾ സമ്മതമറിയിച്ചതും ആദി അവളെയും കടന്ന് മുന്നിലേക്ക് നീങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവൾ പുറകെ വരുന്നുണ്ടോ എന്നറിയാൻ. അവർ നടന്ന് പാർക്കിംഗ് ഏരിയയുടെ അടുത്തെത്തി. അവിടെ ടീച്ചേഴ്സിന് മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ്. അവൻ അവളെ ഒരു അരികിലേക്ക് നിർത്തി. ഇവിടെ നിന്നോ, ഞാനിപ്പോൾ കാർ എടുത്തോണ്ട് വരാം. അവൾ മൂളിയത് കേട്ടതും അവൻ കാർ പാർക്കിനുള്ളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ആദി കാറുമായി വന്നു. അവൻ അകത്തുനിന്ന് തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ കയറാതെ നിൽക്കുന്നത് കണ്ട് ആദി അവളെ ഒറ്റപ്പുരികമുയർത്തി നോക്കി. അവന്റെ ചോദ്യം കേട്ടതും അവൾ തോളുയർത്തി കാട്ടി. എന്തേ, കേറുന്നില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ജാനി വേഗം വണ്ടിയിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടതും ആദി വണ്ടിയെടുത്തു. കാറിനുള്ളിൽ നിശബ്ദത തളം കെട്ടിയതും അവൻ റേഡിയോ ഓണാക്കി. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ എന്ന പാട്ടിന്റെ വരികൾ കേട്ടതും അവളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ബെസ്റ്റ് ജാനി, സന്ദർഭത്തിന് പറ്റിയ പാട്ട്, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ മെല്ലെ അവനെ നോക്കി. ആദി പാട്ടിന്റെ ഈണത്തിനനുസരിച്ച് തലയാട്ടുന്നുണ്ട്. കൂടെ ചെറുതായി മൂളുന്നുമുണ്ട്. ആ മൂളൽ കേട്ടാൽ അറിയാം അവന് പാട്ട് പാടാൻ അറിയാമെന്ന്. ജാനിയുടെ നോട്ടം മനസ്സിലായെന്നോണം ആദി അവളെ തലയൊന്ന് ചെരിച്ചു നോക്കി. അത് കണ്ടതും അവൾ വേഗം അവനെ നോക്കാതെ നേരെ നോക്കിയിരുന്നു. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടതും അവൻ അറിയാതൊന്ന് ചിരിച്ചുപോയി. ഷോ, ഞാൻ നോക്കിയത് സാർ കണ്ടു കാണുമോ? ഹേയ്, ഇല്ലായിരിക്കും. ഞാൻ അപ്പോഴേക്കും നേരെ നോക്കിയിരുന്നല്ലോ. അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദി ചിരിക്കുന്നത് ജാനി കേട്ടത്. അവൾക്ക് മനസ്സിലായി താൻ വായി നോക്കിയത് കണ്ടെന്ന്. അവൾക്കെന്തോ പിന്നീട് അവനെ നോക്കാൻ ജാള്യത തോന്നി. ജാനി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആദിയും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞതും ആദി കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ടെക്സ്റ്റൈൽസിൽ എത്തിയെന്ന് വിചാരിച്ചാണ് ജാനി പുറത്തേക്ക് നോക്കിയത്. പക്ഷേ ഏതോ പേസ്ട്രി ഷോപ്പിന്റെ മുന്നിലാണ് ആദി വണ്ടി നിർത്തിയത്. അവൾ അവനെ ഇവിടെ എന്താ നിർത്തിയേ എന്നതുപോലെ നോക്കി. ഷോപ്പിംഗ് കഴിയാൻ കുറേ താമസമുണ്ട്. അതുവരെ വിശന്നിരിക്കേണ്ടി വരും. സോ ഇവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അതും പറഞ്ഞ് ആദി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവിടെ ഇറങ്ങി വരുന്നത് കാണാഞ്ഞതും അവൻ കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി. ജാനി അകത്തിരുന്ന സീറ്റ് ബെൽറ്റുമായി മൽപ്പിടുത്തത്തിലാണ്. അവൻ വേഗം കുനിഞ്ഞ് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ നോക്കി. പെട്ടെന്ന് ആദിയുടെ സാമീപ്യം അത്രയും അടുത്തറിഞ്ഞതും ജാനി ഞെട്ടി. അവൾ അവനെ മുഖമുയർത്തി നോക്കി. ജാനിയുടെ കഴുത്തോരമാണ് അവന്റെ മുഖം. ആദിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവളോട് അത്രയും അടുത്ത് നിൽക്കുന്നതിനാൽ അവളുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളും അവന്റെ കവിളിലാണ് പതിച്ചത്. അവൻ എത്ര ശ്രമിച്ചിട്ടും സീറ്റ് ബെൽറ്റ് ഊരാൻ സാധിച്ചില്ല. ജാൻവി, കുറച്ച് പുറകിലേക്ക് നീങ്ങിക്കേ, എനിക്ക് ശരിക്കും കാണുന്നില്ല. ആദി പറഞ്ഞതും അവൾ സീറ്റിലേക്ക് ഒട്ടിയിരുന്നു. ശ്വാസം അടക്കി പിടിച്ചാണ് അവൾ ഇരുന്നത്. ആദി ബെൽറ്റിന്റെ ലോക്കിലേക്ക് നോക്കി. ജാനിയുടെ യൂണിഫോം കോട്ടിന്റെ തുമ്പ് ലോക്കിനിടയിൽ കയറിയതാണ്. അവൻ വേഗം അത് മാറ്റി ലോക്ക് അഴിച്ചു. അത് കഴിഞ്ഞതും അവൻ മെല്ലെ മുഖമുയർത്തി നോക്കി.
സീറ്റിലേക്ക് അത്രയും പറ്റി കണ്ണുകൾ മുറുക്കെ അടച്ചാണ് ഇരിക്കുന്നത്. മേൽചുണ്ടൻ മുകളിൽ പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളിയും മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളും കണ്ടപ്പോൾ അവന്റെ ഉള്ളമൊന്ന് തുടിച്ചു. കൈയുയർത്തി ആ മുടിയിഴകളെ മാടി ഒതുക്കാനുള്ള അതിയായ ആഗ്രഹം അവൻ എങ്ങനെയൊക്കെയോ അടക്കി നിർത്തി. "What the hell are you doing, ആദി? കൺട്രോൾ യുവർ സെൽഫ്," അവൻ പിറുപിറുത്തു. അവളെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അവൻ വേഗം പുറത്തേക്ക് മാറി. ജാനി അപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. "കഴിഞ്ഞു, ഇറങ്ങിക്കോ." അവന്റെ ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. ജാനി ധൃതിയിൽ പുറത്തേക്കിറങ്ങി. "ബാഗ് വണ്ടിയിൽ തന്നെ ഇരിക്കട്ടെ." അവൾ ബാഗ് എടുക്കാനാഞ്ഞതും ആദി പറഞ്ഞു. ജാനിയെയും കൂട്ടി അവൻ അകത്തേക്ക് നടന്നു. ആളൊഴിഞ്ഞ സീറ്റിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. അധികം തിരക്കൊന്നുമില്ലാത്ത സ്ഥലമാണ്. അവിടെയും ഇവിടെയുമായി കുറച്ചുപേർ ഇരിക്കുന്നുണ്ട്. ഇത്തിരി നേരം കഴിഞ്ഞതും അവർക്കരികിലേക്ക് ഒരു വെയിറ്റർ വന്നു. "ജാൻവിക്ക് എന്താ വേണ്ടത്?" അവൾ മെനു കാർഡ് കുറേ നേരം കൊണ്ട് നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിച്ചു. ആദി ഓർഡർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൾക്ക് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനായി. "എനിക്കൊരു സ്ട്രോബെറി ഷേക്ക് മതി." അവസാനം അവൾ ഓർഡർ ചെയ്തു. "പേസ്ട്രീസ് ഒന്നും വേണ്ടേ? ഇവിടുത്തെ പേസ്ട്രീസൊക്കെ നല്ലതാണ്. ഞാൻ ഓർഡർ ചെയ്യണോ?" അവൾ മൂളിയതും അവൻ വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു. ജാനി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോയില്ല. അവളുടെ കണ്ണുകൾ ഷോപ്പിന്റെ ഇന്റീരിയറിലേക്ക് നീണ്ടു. അവൾക്ക് അവിടുത്തെ ആംബിയൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആദിയുടെ കണ്ണുകൾ ജാനിയുടെ ഓരോ ഭാവവും നോക്കി കണ്ടു. വെയിറ്റർ അവർ ഓർഡർ ചെയ്തത് ടേബിളിലേക്ക് വെച്ചു. കൂട്ടത്തിൽ ഐസ്ക്രീം കണ്ടതും ജാനിയുടെ കണ്ണുകൾ വിടർന്നു. കുറേ ഫ്ലേവേഴ്സ് മിക്സ്ഡ് ആയിട്ടുള്ളതായിരുന്നു അത്. ജാനിയുടെ ശ്രദ്ധ മുഴുവൻ മുന്നിലിരിക്കുന്ന ഐറ്റംസിലായിരുന്നു. ഫുഡ് കണ്ടതും ആദിയുടെ കാര്യമേ അവൾ മറന്നുപോയിരുന്നു. റെഡ് വെൽവെറ്റിന്റെ പേസ്ട്രിയാണ് ആദി അവർക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. അവളൊരു സ്പൂൺ എടുത്ത് അത് രുചിച്ചു. അതിന്റെ രുചിയിൽ അവളൊന്ന് മൂളിപ്പോയി. പിന്നീടാണ് എന്താണ് ചെയ്തതെന്നും ഇപ്പോൾ എവിടെയാണ് എന്നും അവൾ ഓർത്തത്. അപ്പോൾ തന്നെ ആദിയുടെ മുഖത്തേക്ക് നോക്കി. ജാനിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ആദി. അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. "ഇഷ്ടപ്പെട്ടോ?" അവൻ ചോദിച്ചു. അവൾ അതേന്ന് തലയാട്ടി. അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് ആദി കഴിക്കാൻ തുടങ്ങി. അവർ കഴിച്ചു കഴിയാനായതും ആദിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ജാനി അപ്പോഴും ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. കൂട്ടത്തിൽ അവൻ ഫോണിൽ സംസാരിക്കുന്നതും ചെവിയോർക്കുന്നുണ്ട്. ജാനിയുടെ ചുണ്ടിന്റെ കോണിൽ ഐസ്ക്രീം പടർന്നിരിക്കുന്നത് കണ്ട് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവളുടെ ചുണ്ട് തുടച്ചു കൊടുത്തു. അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് സ്റ്റക്കായി. ആദിയുടെ അടുത്തു നിന്ന് അങ്ങനെയൊരു നീക്കം ജാനി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവളുടെ വെളുത്തു തുടുത്ത കവിളുകൾ ചോര തൊട്ടെടുക്കാൻ പാകം ചുവന്നു വന്നു. എന്നാൽ ആദ്യം ഇതൊന്നും അറിയാതെ കോളിലായിരുന്നു. "കഴിച്ചു കഴിഞ്ഞോ? അച്ഛനാണ് വിളിച്ചത്. അവർ ഷോപ്പിലെത്തിയെന്ന്. നമുക്കിറങ്ങാം." അവളുടെ ചുവന്നു കയറിയ മുഖം കണ്ടെങ്കിലും അതിനെ ഗൗനിക്കാതെ അവൻ അവളോട് ചോദിച്ചു. പോകാം," ജാനി പറഞ്ഞു. അവർ വാഷ്റൂമിൽ പോയി. ആദി കൈ കഴുകി ബിൽ കൊടുക്കാനായി കൗണ്ടറിലേക്ക് പോയി. അവൻ പോയതും ജാനി മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി. എന്നിട്ട് വേഗം മുഖം കഴുകി. "ശോ, എന്നാലും സാർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ തുടയ്ക്കുമായിരുന്നല്ലോ." ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ഒരു ഫ്ലോയിൽ ചെയ്തത് പോയതായിരിക്കും. തിരികെ കാറിൽ കയറി യാത്ര തുടർന്നിട്ടും ജാനിയുടെ മനസ്സ് നേരത്തെ നടന്ന കാര്യങ്ങളിലായിരുന്നു. പാർക്കിങ്ങിലേക്ക് കാർ കയറ്റിയപ്പോഴാണ് ജാനി ചിന്തയിൽ നിന്നുണർന്നത്. അവളും അവനോടൊപ്പം ഇറങ്ങി നടന്നു. എൻട്രൻസിലൂടെ കയറിയപ്പോഴേ കണ്ടു അവരെ കാത്തു നിൽക്കുന്നവരെ. വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. ആദിയെയും ജാനിയെയും കാത്ത് സുഭദ്രയും കേശവും മീനുവും കേശവിന്റെ പെങ്ങൾ അംബികയും മകൾ കാർത്തികയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കണ്ട് എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ്. എന്നാൽ അംബികയും കാർത്തികയും അവളെ പുച്ഛത്തോടെ നോക്കുക മാത്രമാണ് ചെയ്തത്. "ഈ പെണ്ണുമ്പിള്ള എന്തിനാണാവോ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആദിസാറിന്റെ ആരായിരിക്കും അത്? കൂടെ ഒരു പുട്ടിക്കുട്ടിയും ഉണ്ടല്ലോ. മേക്കപ്പ് ബോക്സിൽ മോന്തയും കുത്തി വീണതുപോലുണ്ട്. എന്തായാലും പുച്ഛത്തിനൊരു കുറവുമില്ല രണ്ടിനും." അതും ആലോചിച്ച് അവൾ വേഗം മുത്തശ്ശിയുടെ അടുത്ത് പോയി നിന്നു. സുഭദ്ര ജാനിയുടെ മുടിയിലൂടെ ഒന്ന് തലോടി. "കുറേ നേരമായോ മുത്തു വന്നിട്ട്?" അവൾ സുഭദ്രയോട് സ്വകാര്യം പോലെ ചോദിച്ചു. "ഇല്ല ജാനൂട്ടി, ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ." അതും പറഞ്ഞവർ ജാനിയുടെ കയ്യിലേക്ക് ഒരു കവർ വെച്ചു കൊടുത്തു. "മോള് പോയി യൂണിഫോം മാറ്റി ഈ കവറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വാ. രാവിലെ മുതൽ ഇട്ട് മുഷിഞ്ഞതല്ലേ. വാ, ഞാനും കൂടി വരാം. ഒറ്റയ്ക്ക് പോകണ്ട."
മീനുവിനോട് കാര്യം പറഞ്ഞ് സുഭദ്ര ജാനിയെയും കൊണ്ട് വാഷ്റൂം ഏരിയയിലേക്ക് പോയി. അല്ല മീനുവേ, ഈ നരുന്തു പോലത്തെ പെണ്ണിനെ കിട്ടിയോളൂ ആദിമോൻ ആലോചിക്കാൻ. ഇതൊരു കാറ്റടിച്ചാൽ പറന്നു പോകുമല്ലോ. വേറെ എത്ര പെൺപിള്ളേരെ കിട്ടും ആദിക്ക്? എന്റെ കാർത്തികമോൾ ഈ പെണ്ണിനേക്കാൾ സുന്ദരിയല്ലേ? സുഭദ്രയും ജാനിയും പോയെന്ന് കണ്ടതും അംബിക ഉച്ചത്തിൽ മീനുവിനോട് ചോദിച്ചു. എന്റെ നാത്തൂനെ, ആദിക്ക് കാർത്തികയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അവന് കാർത്തിക ഇപ്പോഴും പെങ്ങൾ തന്നെയാ. പിന്നെന്തിനാ എപ്പോഴും ഈ കാര്യം ഇങ്ങനെ വലിച്ചിഴയ്ക്കുന്നത്? മീനു അംബികയെ ഒന്ന് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. മീനു മാത്രമല്ല, കേശവും ആദിയും അവരെ തറപ്പിച്ചു നോക്കി. ആദിക്ക് അംബികയുടെ പറച്ചിൽ കേട്ട് വിറഞ്ഞു കയറി. അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവന്റെ ദേഷ്യത്തെ ശമിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴും കാർത്തികയുടെ ചൂഴ്ന്നു നോട്ടം അവൻ കാണുന്നുണ്ടായിരുന്നു. അതെന്ത് പറച്ചിലാ മീനു? ഏതോ ഇച്ചിരിയില്ലാത്ത കൊച്ചിനെ കൊണ്ട് ആദിമോ മതി നിർത്ത്. ആദിയുടെ ശബ്ദം അവിടെ ഉയർന്നതും അംബിക പറയാൻ വന്നത് പകുതിക്ക് വെച്ച് വിഴുങ്ങി. ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോണം. ഞാൻ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ജാൻവിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ്. അതിൽ കൈകടത്താൻ ആരും ശ്രമിക്കേണ്ട. കാർത്തികയോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇനി മേലാൽ ഇതും പറഞ്ഞ് അപ്പച്ചി എന്റെ തനി കൊണം കാണും. ആദ്യം ദേഷ്യപ്പെട്ടതും അമ്മയും മോളും ഡീസന്റായി. പിന്നെ അവര് വരുമ്പോൾ ഇതുപോലെയുള്ള മുഷിഞ്ഞ സംസാരവുമായി അങ്ങോട്ടേക്ക് ചെന്നേക്കരുത്. ആദി ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ജാനിയും സുഭദ്രയും തിരിച്ചു വന്നിരുന്നു.